പാതകളെ ബലത്തോടെ ആഗ്രഹം കൂട്ടുവരുമെന്നുള്ള വശമാണ് മാറ്റമില്ലാത്ത പ്രൈസ് ദി ലോർഡ്. ഈ 2025 വർഷം മെയ് മാസം 4 തീയതി ആദ്യത്തെ കർത്തൃദിവസം ദിവസം ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് ഞങ്ങൾക്കും കുടുംബമായി നൽകിയ ആയുസ്സും ആരോഗ്യത്തെ ഓർത്ത് ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന നല്ല ദൈവമക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളും മാസങ്ങൾ 4 മാസവും 5-ാം മാസത്തിൻ്റെ 4 ദിവസങ്ങളും കർത്താവ് നമ്മളെ ഉള്ളംകൈയിൽ വഹിച്ചു. അത്ഭുതമായി കർത്താവ് നമ്മളെ നടത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ ദൈവത്തിൻ്റെ നന്മകൾ ഓർത്ത് ഇന്ന് പകല് ദൈവസഭയിൽ വന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമുക്ക് നൽകിയ എല്ലാ സാവകാശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ കാലും സംരക്ഷണയും കർത്താവിൻ്റെ എല്ലാ നന്മകളും അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ആയുസ്സ് മാർഗ്ഗം നൽകിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളെ ഉള്ളങ്കൽ വഹിച്ചു. മോശ ഇസ്രായേൽ മക്കളോട് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ആവർത്തന ദിവസം 1-ാം അധ്യായത്തിന് 31-ാം വാക്യം പറയുന്നു. അത് ഈ കഴിഞ്ഞ 40 വർഷം ദൈവം നിങ്ങളെ നടത്തിയത് ഒരു പിതാവ് തൻ്റെ മകനെ വഹിക്കുന്ന പോലെ തൻ്റെ കൈകളിൽ വഹിച്ച് നിങ്ങളെ പരിപാലിച്ച ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വചനം പറയും പോലെ ഭയങ്കരനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം നമ്മളെ ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നും കൂടി സംഗീതകാരൻ പറയുകയാണ്. ആ ഭയങ്കരമായ ദൈവം ഭയങ്കരമായി നമ്മളെ സൃഷ്ടിച്ചു. ആ ദൈവം ഭയങ്കരമായാണ് നമ്മൾ ഓരോ ദിവസം നടത്തുന്നത്. സാധാ രീതിയല്ല. സ്തോത്രം. നമുക്ക് തോന്നിപ്പോകും നമ്മൾ സാധാ മനുഷ്യരെ പോലെ ജീവിക്കുന്നത് നമുക്ക് തോന്നി പോകാറുണ്ട്. അതുകൊണ്ടാണ് അവിടെയാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. നമുക്കല്ല, പൊതുവേ വിശ്വാസ ഗോളത്തിൽ ഈ നാളുകൾ എല്ലാവർക്കും ആ ക്ഷീണം വരുന്നത് അതുകൊണ്ടാണെന്ന്. ഞാൻ സാധാ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് സ്വയമായി തന്നെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കുഴപ്പം നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. പക്ഷെ അല്ല, ഭയങ്കരമായൊരു ദൈവം എന്നെ ഭയങ്കരമായി സൃഷ്ടിച്ചു. ആ ദൈവം എന്നെ ഓരോ ദിവസം ഭയങ്കരമായാണ് നടത്തുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. ദൈവമല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല. അതാണ് ഇവിടെ സംഗീതക്കാരൻ പറയുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്ത് ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. അവൻ എങ്കിലേക്ക് ചായഞ്ഞു. സ്തോത്രം. അപ്പം നമ്മളിലേക്ക് ചായഞ്ഞു വരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ദാവീദ് രാജാവ് വ്യക്തമായി പറയുമ്പോൾ ദാവീദ് രാജാവിന് മാത്രമാണോ? അല്ല. ഇന്ന് ഇപ്പോൾ അവിടെ അമ്മാമ്മ പറഞ്ഞ പോലെ തൻ്റെ അത് ആ പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രയാസം മുമ്പും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പം മുമ്പ് വിടുവിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും കർത്താവ് സഹായിച്ചു. അവൻ എങ്കിലേക്ക് ചായഞ്ഞു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തുള്ള അയൽവാസികൾക്ക് വേണ്ടിയല്ല, അത് അവരുടെ കാര്യം. പക്ഷേ ഞാൻ ദൈവസ്ഥലിൽ കാത്തിരുന്നപ്പോൾ, ഞാൻ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ദൈവസ്ഥലിൽ കരഞ്ഞപ്പോൾ ദൈവം എങ്കിലേക്ക് ചായഞ്ഞു. സ്തോത്രം. അതാണ് വിഷയം. അപ്പം നമ്മുടെ ചുറ്റുപാടിലെ ആൾക്കാരെല്ലാം കരയുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്, എല്ലാവരും നിലവിളിക്കുന്നുണ്ട്. അവരെല്ലാവരും നിലവിളിയപ്പോൾ ഞാൻ നിലവിളിച്ചപ്പോൾ അപ്പുറത്ത് പോയി ചായഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദൈവം എങ്കിലേക്ക് ചായഞ്ഞു. അത് ഉറപ്പോടെ ദാവീദ് രാജാവ് പറയാണ്. ഒരു രാജാവായിട്ടും രാജാവിന് പ്രശ്നങ്ങളും അതേ സ്തോത്രം, അതേ സാമ്പത്തികമായ പ്രശ്നം ഉണ്ടായിരുന്നു, ശാരീരികമായ രോഗാവസ്ഥ ഉണ്ടായിരുന്നു, തന്നെ നിന്ദിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു രാജാവായിട്ടും. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, പക്ഷേ ഞാൻ ലജ്ജിച്ച് പോയില്ല. കാരണം എന്താണ്? ഞാൻ ആശ്രയിച്ച ദൈവം എങ്കിലേക്ക് ചായഞ്ഞു. നാം വായിച്ച സംഗീതത്തിന് അവസാനത്തെ ഭാഗം പറയണ വാക്യം പറയുന്നത്, ഞാൻ എളിവനാകുന്നു, ഞാൻ ദരിദ്രനാകുന്നു. രാജാവ് പറഞ്ഞാൽ ഞാൻ എളിവനും ദരിദ്രനും ആകുന്നു, എന്നിട്ടും ഈ യഹോവയായ ദൈവം കർത്താവ് എന്നെ വിചാരിക്കുന്നു. രാജാവിന് പറയും, ഞാൻ രാജാവാണ്, ഞാൻ ഈ രാജ്യത്തെ ഭരിക്കുന്ന രാജാവാണ്. സ്തോത്രം. തൻ്റെ ആ വിചാരം അങ്ങനെയല്ല പോയത്. ഞാൻ രാജാവാകുന്നു. എങ്ങനെയാണ് രാജാവായത്? ദൈവമാണ് എന്നെ രാജാവാക്കിയത്. താൻ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ രാജാവായിട്ടും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞാൻ ദരിദ്രനാണ്, ഞാൻ നിസ്സഹായൻ ആകുന്നു. എനിക്ക് സഹായം വരുന്ന എവിടെയാണ്? ആകാശം ഭൂമി ഉണ്ടാക്കിയ
യഹോവയിൽ നിന്നാണ് സഹായം വരുന്നത്. അപ്പോൾ ഞാൻ എളിവനെങ്കിലും ദരിദ്രനെങ്കിലും യഹോവ എന്നെ വിചാരിക്കുന്നു. ദൈവമക്കൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതേ ചിന്തിച്ചു പോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നാം ഇനി രാജാക്കന്മാരായി തീരത്തില്ല. ദാവീദ് രാജാവിനെ രാജാവാക്കി എന്നും പറഞ്ഞ് എന്നെയും നിങ്ങളൊന്നും രാജാവാക്കൂല. പക്ഷേ നാം ആത്മീയത്തിൽ രാജാവാകുന്നു. നാം രാജാക്കന്മാരാണ്. ആത്മീയത്തിൽ, ആത്മാവിൽ നാം രാജാക്കന്മാർ. എങ്ങനെയാണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം പറയുന്നത് അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. നമ്മളൊരു രാജ്യം ആക്കി വെച്ചു. ആ രാജ്യത്തിൻ്റെ രാജാവ് ആരാണ്? നാം തന്നെയാണ്. അപ്പോൾ ആത്മീയ അവസ്ഥയിൽ നാം രാജാക്കന്മാരാകുന്നു. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. എവിടെ കിടന്ന് നമ്മൾ, അതാ ദാവീദ് പറയുന്നത്, നാം ദരിദ്രർ ആയിരുന്നു, നാം ഒന്നുമില്ലാത്തവരായിരുന്നു. പക്ഷെ നമ്മളെ സ്നേഹിച്ച നിത്യ സ്നേഹത്താൽ ദൈവം നമ്മളെ സ്വന്തം മക്കളാക്കി തീർത്തു, തൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. തന്നെ സേവിപ്പാൻ നമ്മളെ പുരോഹിത വർഗമാക്കി ദൈവം നമ്മളെ തീർത്തോട്ടിന് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനോട് ചേർന്ന് തന്നെ എബ്രായ ലേഖനം തന്നെ 1-2 വാക്യങ്ങൾ വായിപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അത് എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പക്ഷേ പൗലോസ് പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തു. സ്തോത്രം. അപ്പോൾ പിതാക്കന്മാരോട് അരുളി ചെയ്ത എന്ന് ഭാഗമായിട്ടാണ്, വിവിധമായിട്ടാണ് ദൈവം അരുളി ചെയ്തത്. ഒറ്റയടിക്കല്ല സംസാരിച്ചത്. പക്ഷെ എന്ത് ചെയ്തു? പ്രവാചകന്മാർ നിമിത്തം പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചു. സ്തോത്രം. ആ ദൈവം എന്ത് ചെയ്തു? പിന്നെ പുത്രൻ മുഖാന്തരം ആണ് നമ്മോട് സംസാരിച്ചത്. നമ്മോട് സംസാരിച്ചിരിക്കുന്ന ആരാണ്? യേശു തന്നെയാണ് സംസാരിച്ചത്. യേശുവിന് വാക്കുകൾ നേരിട്ട് നമുക്ക് ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതെന്ത് ചെയ്തു? ഹല്ലേലൂയ. നമ്മളെവിടെയായിരുന്നു? നമ്മൾ പുറംപറമ്പിൽ, നമ്മൾ പുറത്തുള്ളവരായിരുന്നു, ജാതികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ദരിദ്രരായിരുന്നു, നാം അത് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ദൈവം തൻ്റെ വിശുദ്ധ വിളിയാൽ നമ്മളെ വിളിച്ച് വേർതിരിച്ച് സ്വന്തം മക്കളാക്കി തീർത്തു. നഷ്ടപ്പെട്ടു പോയ ആദാമിൻ്റെ പാപം നിമിത്തം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് വീണ്ടും പ്രവേശിപ്പാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം, അതുകൊണ്ട് നാം വല്ലപ്പോഴും അതേ സ്വതം ഒഴുകി പോകാതിരിക്കേണ്ടത് നാം അത് കേട്ട ഈ വചനം ഒരിക്കലും അത് ഒഴുകി പോകാതിരിക്കാൻ നാം കരുതി കൊള്ളണം. നമുക്ക് ലഭിച്ച സുവിശേഷം, നമുക്ക് ലഭിച്ച ഈ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അത് ഒരിക്കലും ഒഴുകി പോകാതിരിക്കാൻ നാം അതിന് സൂക്ഷിക്കണം. കാരണം എന്താണ്? നമ്മളെ ദൈവം മക്കളാക്കി തീർത്തു. 3-ാം അധ്യായത്തിന് 1-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ഉള്ളവരെ. നാം ആരാണ്? വിശുദ്ധ സഹോദരന്മാരാക്കി തീർത്തു. നാം പാപികളായിരുന്നു, നാം ദോഷികളായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ ആ വിശുദ്ധ വിളിയാൽ, തൻ്റെ പ്രമാണത്തിൽ നമ്മളെയും ചേർക്കാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് അതേ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവായ ദൈവം പുത്രനെ നൽകി. പുത്രൻ നമ്മളെ നേടാൻ വേണ്ടി പുത്രൻ യാഗമായി തീർന്നു. അപ്പം 3 പറയാണ്, വിശുദ്ധ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനം ബൈബിൾ വായിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വീട്ടിൽ വന്നിട്ടാണോ, ഒരു സുവിശേഷ യോഗത്തിൽ പോയിട്ടാണോ, എന്തിനാണ് പറയുന്നത്? സ്വർഗീയ വിളിയാണ്. ഒരു മനുഷ്യനല്ല നമ്മൾ വിളിച്ചത്, ഒരു പ്രസ്ഥാനമല്ല നമ്മൾ വിളിച്ചത്. എന്താണ്? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ഉള്ളവരെ. അപ്പം നമ്മളെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ ഈ സുവിശേഷത്താൽ നമ്മളെ ദൈവത്തിൻ്റെ സ്വർഗീയ വിളിയിൽ നമ്മളെ ഓഹരിക്കാരാക്കി ദൈവം തീർത്തു. ഇപ്പോൾ നമ്മുടെ പേരെന്താണ്? ദൈവം മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് ജനം എന്ന് വിളിക്കപ്പെടുവാൻ മാത്രമല്ല, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതന്മാരാക്കി ദൈവം നമ്മളെ തീർത്തോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ. അതേ പറയാണ്, അവൻ്റെ ആ സ്വസ്ഥതയെ പ്രവേശിപ്പാൻ അതേ പറയുന്ന നിമിത്തം പറയുന്ന പോലെ സ്തോത്രം 30 ലക്ഷം ജനം ഇറങ്ങി തിരിച്ചു. 2 പേര് സ്വസ്ഥതയെ പ്രവേശിച്ചുള്ളൂ. അപ്പോൾ സ്തോത്രം വലിയൊരു ഭാഗം ദൈവം അവരെ അനുസരണക്കേട് നിമിത്തം അവരെ പുറത്ത് തള്ളി. എന്നാൽ നമ്മോട് ദൈവം കരുണ കാണിച്ചു. എന്തിനു വേണ്ടി? വലിയൊരു ജനക്കൂട്ടത്തെ ദൈവം തള്ളിക്കളഞ്ഞപ്പോൾ അതേ ജാതികളാൽ നമ്മോട് കരുണ കാണിപ്പാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്വർഗീയ വിളിയാൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചു നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ. സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു? പിതാവ് മകനെ ഏൽപ്പിച്ചു കൊടുത്തു. മകൻ സ്വന്തമായി തന്നെത്താൻ
ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ആ ഹല്ലേലൂയ, ആ സൗഭാഗ്യത്തിലേക്കാണ് കർത്താവ് നമ്മൾ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് ഒരിക്കലും നമ്മൾ മറന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് നിലനിൽപ്പാൻ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വർഗീയ വിളി മറ്റുള്ളവരോടും കൂടി അറിയിക്കുവാനുള്ള ദൗത്യം കൂടി നമുക്ക് ഉണ്ട്. ഈ സ്വർഗീയ വിളി നമുക്ക് മറ്റുള്ളവരും കൂടി അറിയിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് പറയുന്നത് വിശ്വാസം. അതേ വിശ്വാസം എന്നത് അത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ, എബ്രായ ലേഖനം 11:6 പറയുന്ന എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല. ഇതിനെല്ലാം എന്താണ് ആധാരം? വിശ്വാസമാണ്. നാം ആരും യേശു ക്രിസ്തുവിനെ അക്ഷരീയമായി കണ്ടിട്ടില്ല, പക്ഷെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം എൻ്റെ അയൽവാസിയോട്, എൻ്റെ സ്വന്തം അത് കൂട്ടുകാരോട്, എൻ്റെ ഹല്ലേലൂയ അല്ലെ നമ്മുടെ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ കുടുംബക്കാരോട് പറയാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. സ്തോത്രം. നാം ഈ സുവിശേഷം അറിയാതിരിക്കുമ്പോൾ അത് നമ്മൾ കേൾപ്പിച്ചു. എന്തിനു വേണ്ടി? കേൾക്കാത്ത മറ്റുള്ളവർക്ക് നാം ഇത് കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കി ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ അത് ആ ആത്മാന ശക്തിയാൽ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുള്ള അത് വിവിധമായിട്ടും ഭാഗമായിട്ടും ദൈവം അതേ ഹല്ലേലൂയ ആ വിശ്വാസന വചനം നമ്മളെ കേൾപ്പിച്ചതുപോലെ മറ്റുള്ളവരോടും കൂടി ഇത് അറിയിക്കുവാനുള്ള ഒരു ബാധ്യത നമുക്ക് ഉണ്ട്, ഒരു കടം നമുക്ക് ഉണ്ട്. സ്തോത്രം. നാം അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷം, സ്വർഗീയ സമാധാനം അവരും കൂടി അനുഭവിപ്പാൻ. അതുകൊണ്ടാണ് ആ സംഗീതക്കാരനോട് ചേർന്ന് പറയട്ടെ, ഞാൻ ദരിദ്രനും അതേ സ്തോത്രം, ഞാൻ ഹല്ലേലൂയ അത് എളിവനും എങ്കിലും യഹോവ എന്നെ അതേ വിചാരിക്കുന്നു. നമ്മളെ വിചാരിക്കുന്ന ദൈവം നമ്മളെ മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യരെയും ദൈവം വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വിചാരം നാം ഏറ്റെടുത്ത് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരോട് സുവിശേഷം പറയുവാൻ കർത്തനാത്മാവ് ഈ ദിവസങ്ങൾ കൂടുതലായി നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മളിലേക്ക് ചാഞ്ഞു വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മളെ വിചാരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. നാം ഭാരപ്പെടുമ്പോൾ അത് നീ ഭാരപ്പെട്ടോ എന്ന് പറയുന്ന ദൈവമല്ല, പിന്നെയോ നമ്മുടെ ഭാരത്തിൻ്റെ ആ സമയത്തും ഹല്ലേലൂയ ആ അവസ്ഥയിലും ഇറങ്ങി വന്ന് നമ്മളെ കൈപിടിച്ച് വിടുവിക്കുന്ന സഹായിക്കുന്ന ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ച ആ സ്വർഗീയ വിളി അത് ഞാൻ മാത്രം കേട്ട് ജീവിച്ച് രക്ഷ പ്രാപിപ്പാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ എൻ്റെ അയൽവാസികൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ചാച്ചക്കാർ, എൻ്റെ കൂട്ടുകാരൊക്കെ അവരും ഈ സുവിശേഷം കേട്ട് അവരും രക്ഷ പ്രാപിപ്പാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഹിതം. ആ ഹിതത്തിന് ഒത്തുവരണം അവൻ്റെ ആ സ്വസ്ഥതയിൽ നാം മാത്രമല്ല, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ചാച്ചക്കാരൊക്കെ എല്ലാവരും ആ സ്വസ്ഥതയിൽ പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമാക്കി തീർക്കട്ടെ. അതിനുവേണ്ടി ഈ മാസം കർത്താവ് ആയുസ് മാർഗി നൽകിയ കർത്താവിന് വേണ്ടി അതുപോലെ പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യട്ടെ. അതുകൊണ്ടാണ് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയും അത് നമ്മുടെ മനസ്സിൽ കരുതുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് പലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കണം. പലപ്പോഴും അത് ഒഴുകിപ്പോകാൻ ലാഭവണ്ണം നമ്മുടെ മനസ്സിൽ അത് ഉറപ്പോടെ ധൈര്യത്തോടെ നമ്മൾ കരുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ പഴയ കഴിഞ്ഞ നാളും നമ്മൾ നടത്തിയ വഴികളെ തിരിഞ്ഞ് ഓർത്ത് നമുക്കൊന്ന് ബലപ്പെടുവാൻ തക്കവണ്ണം വിടവരും. എല്ലാ ജീവിതത്തിലും ഭാരവും പ്രയാസവും ബുദ്ധിമുട്ട് രോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ അതിലൊക്കെ, കാരണം ദൈവം നമ്മെ ഉറപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതികൂലത്തിലൂടെ കടത്തിവിടണം. ചില കാറ്റുകളെ പ്രയാസങ്ങളെ കടത്തിവിടുമ്പോൾ ദൈവം നമ്മെ നമ്മുടെ ആവശ്യത്തിന് മതിയായവനാണെന്ന് നമുക്കൊന്ന് അറിയുവാനും അവന് അധികമായിട്ടൊന്ന് എന്താണ് വേരൂന്നി ഒന്ന് ആഴ്ന്ന് ആ സ്ഥലങ്ങളിൽ പാറമേൽ എന്താണ് വീട് പണിത ബുദ്ധിയുള്ള യജമാനെ പോലെ ആയിത്തീരുവാൻ തക്കണം. കാരണം കാറ്റും കോളും അടിക്കുമ്പോൾ മാറമേൽ വീട് പണിത താഴെ കുടിച്ച മാറമേൽ അടിസ്ഥാനമിട്ടും എന്താണ് കാറ്റ് വന്നാലും പ്രതികൂലം വന്നാലും അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിലും ഇങ്ങനെ ഭാരവും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ആഴത്തിലൊന്ന് നമ്മൾ വേരൊന്ന് ഉറയ്ക്കുന്നത്. അത് ആഴത്തിൽ വേര് ഉറച്ച് ക്രിസ്തുവിൽ അധികമായിട്ട് ആശ്രയിപ്പാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് അധികമായിട്ട് നമുക്ക് ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടവരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹ ദേവദാസനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്റെ ജീവിതത്തിലും ഭാരവും പ്രയാസം കടന്നു വന്നപ്പോൾ താൻ ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം, ദൈവങ്ങൾക്ക് വിടുവിപ്പാൻ തക്കവണ്ണം ഇടവന്നു തന്റെ ആ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ. ദൈവസഭയുടെ പ്രത്യേക പ്രാർത്ഥനയെ ഓർത്ത് നമ്മൾ ദൈവസഭയെ ദൈവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവസമയ ദാസിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ചില സമയങ്ങളൊക്കെ ദൈവനാമത്തിനായി പ്രയോജനപ്പെടുവാൻ ഇടപെട്ട് അവിടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ വൈകിട്ട് അവിടെ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 4 മണിയാകുമ്പോൾ ഭവനത്തിൽ വൃദ്ധരെ കൊണ്ടുവരുവാനും അവിടെ മൊബൈൽ ഫോൺസിൽ വെക്കുവാനുമാണ് അവിടെ ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാം അനുഗ്രഹമായി തീരുവാൻ സഭയുടെ കൃത്യമായ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എൻ്റെ വാക്കുകൾ നമുക്ക് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ പകലിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ തിരുപാതോടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ